വർക്കിയണില്ലടാ, എന്തോ കംപ്ലൈന്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഓണാവുന്നുണ്ട്. അല്ല ഇത് ചൂടാവണില്ല. ഒരു കാര്യം ചെയ്യ്, അച്ഛൻ്റെ അടുത്ത് പറ, കഴിച്ച് പണിയിട്ട്. അച്ഛൻ്റെ അടുത്തല്ലേ തലയെടുത്ത് പിരിക്കും ഞാൻ, പറഞ്ഞേക്കാൻ. അച്ഛൻ ശരിയാക്കി എല്ലാ സാധനവും മാറ്റിയിട്ടേക്ക. അമ്മ, ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വന്നത്. എന്ത് കാര്യം? അല്ല, ഈ മീനാക്ഷിയെ അവൾക്ക് 2000 രൂപ അത്യാവശ്യമായിട്ട് വേണമെന്ന്. അപ്പോ എന്റെ കയ്യിൽ ഇല്ലപ്പോ. മീനാക്ഷികല്ലേ, അത് ഞാൻ കൊടുത്തേക്ക്. അക്കൗണ്ട് ഇട്ട് കൊടുത്താ പോരെ? മതി. അവളാകുമ്പോ കറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് കാശ് തരും. താങ്ക് യു അമ്മ, അവളെ എനിക്ക് വേണ്ടി കുറെ സഹായങ്ങൾ. അതെനിക്കറിയാം, അതുകൊണ്ടാ തരാന്ന് പറഞ്ഞേ. ഓ, ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞ അപ്പൊ തന്നെ എടുത്ത് കൊടുക്കും. നമ്മള് പറഞ്ഞാലോ? 1 2 3 4 5 6 7. അവള് പോയി. അവക്കറിയാം അമ്മ 10 വരെ എണ്ണത്തിന് പോയില്ലെങ്കിൽ പണി കിട്ടും. അല്ല അമ്മ, അമ്മ ഇനി എണ്ണത്തില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിച്ചു. എണ്ണണോ എണ്ണണ്ടെന്ന് തീരുമാനിക്കുന്നത് ഞാനാ. നീ കാര്യം പറ. അല്ല, അവള് പറഞ്ഞാലും കാര്യമുണ്ട്. മുടിയും ചെണ്ട എന്ത് പറഞ്ഞാലും അമ്മ ഉടനെ തന്നെ റെഡി എന്ന് പറയുമല്ലോ. നിങ്ങൾ പറയുമ്പോ ഒന്നും മേടിച്ചു തരാറില്ലേ? എന്ത് സാധനം നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ മേടിച്ചു തരാത്തത്? അത് പറ. മൊബൈൽ ഫോൺ. എന്തോ? അല്ല, മൊബൈൽ ഫോണേ. അയ്യോ, ഇപ്പൊ തന്നെ വാങ്ങിച്ചു തരാം, വാങ്ങിക്കോട്ട്. എന്നാ അത് വേണ്ട, ഞങ്ങൾക്കൊരു റോളർ സ്കേറ്റ് വാങ്ങി തരുവോ? അയ്യോ, റോളർ സ്കേറ്റ് എന്നിട്ടാണ് പറന്ന് പാറമടയിലോട്ട് വീഴാൻ. അതെ, വേറെ ഒന്നും കിട്ടിയില്ല. അല്ല, എനിക്ക് ഒരുപാട് നാളായിട്ട് ഒരു ഓപ്പൺ ഷൂ വാങ്ങണമെന്ന് ആഗ്രഹമുണ്ടേ, അതെങ്കിലും വാങ്ങി തരുവോ? എനിക്കൊരു വാച്ച്. ഭയങ്കര പിള്ളേരാണ് കേട്ടോ നിങ്ങള്. ഈ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് എല്ലാം ചോദിക്കണേ. അരഞ്ഞാണോ വാച്ചും സ്കെയിലും മറ്റതും മറിച്ചതും ഒക്കെ. സോറി അമ്മ, ഞങ്ങൾ ഈ കാര്യം വിട്ടുപോയി, മറന്നുപോയി. എനിക്ക് 2000 രൂപ അമ്മ തരാന്ന് പറഞ്ഞല്ലോ, അത് കയറി തൂങ്ങി പിടിക്കണ. അല്ല, എനിക്ക് അതില് ബലമായ സംശയമുണ്ട്. അത് ശരിക്കും മീനാക്ഷി ചേച്ചിക്ക് തന്നെ. അതാ മീനാക്ഷി ചേച്ചി അക്കൗണ്ടിലോട്ട് ഇട്ട് ചേട്ടൻ്റെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള പരിപാടിയില്ല. അയ്യോ, അതെന്താണെങ്കിലും ഞാനത് അങ്ങ് സഹിച്ച്. അല്ല, മീനാക്ഷി ചേച്ചി ഒന്ന് വിളിച്ചു ചോദിച്ചാൽ സത്യം അറിയാൻ പറ്റും. ആ, ഞാൻ ചോദിച്ചോളോന്നേ. നിങ്ങക്ക് ഇവിടെ നഷ്ടമൊന്നും ഇല്ലല്ലോ? നിങ്ങൾ അക്കൗണ്ടിൽ നിന്ന് എടുത്തോ? ഞാൻ ഇല്ല. അവളെ ഇല്ലാത്തപ്പോ അവന് കൊടുക്കാറുള്ളതാ. അപ്പൊ അതേപോലെ തിരിച്ചു അവൾക്ക് ഇല്ലാത്തപ്പോ നമ്മൾ അങ്ങോട്ടും കൊടുത്ത് സഹായിക്കണം. അവന്റെ ഇല്ലാത്തോണ്ട് അവൻ കൊടുക്കാത്ത. ഇതൊക്കെ മനസ്സിലാക്കി വേണം ജീവിക്കാൻ. അല്ലാണ്ട് കുശുമ്പും കുന്നായ്മയും കൊണ്ട് നടക്കല്ലേ വേണ്ടത്. അമ്മ എന്തെങ്കിലും ഒരു ആവശ്യം പറയുമ്പോഴത്തേക്കും വായ അടപ്പിക്കുന്ന ഒരു മാതിരി മുതലാളിത്ത സ്വഭാവമാണ് കേട്ടോ. അയ്യോ, ഞാൻ മുതലാളിയാണ്, ജന്മിയാണ്, ഒക്കെയാണ്. നീ ഇവിടെ വലിയൊരു തൊഴിലാളി ഉണ്ടല്ലോ, ആ തൊഴിലാളിയുടെ അടുത്ത് ചോദിക്കേ. അച്ഛനായിരിക്കും. അച്ഛനടുത്ത് നിന്ന് ചോദിക്കുന്നേക്കാളും നല്ലത് ഈ പാറമടയിൽ മീനില്ലേ, അതിന്റെ അടുത്ത് പോയി ചോദിക്കുന്ന പിന്നെ കൊണ്ടുവരും. അതെ, നീ വെറുതെ അച്ഛനെ അങ്ങനെ കുറ്റം പറയണ്ട കേട്ടാ. അച്ഛനുള്ള സമയത്ത് കുറെ ഒക്കെ തന്നിട്ടുണ്ട്, അതിന് വെറുതെ അച്ഛനെ കുറ്റം പറയല്ലേ. എടാ, അതൊക്കെ ശരിയാണ്, പക്ഷെ അത് പണ്ടല്ലേ. എടാ, ഇപ്പൊ അച്ഛൻ പണ്ടത്തെ പോലും അല്ല. നമ്മള് പറയുന്ന മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ല. അപ്പോഴാ ഒരു നന്ദിയില്ലാത്ത കൊച്ചാണ്ടത്. എന്തെല്ലാം സാധനം അച്ഛൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, എന്നിട്ട് അതിന്റെ നന്ദി ഉണ്ടോ? മാത്രം വളരുന്നുണ്ട്. അത് തന്നെ. എടാ, ഇങ്ങോട്ട് കണ്ണിലേക്ക് നോക്കി. കള്ളത്തരണ്ടാ നോക്കിയതാ. എന്ത് കാശ്? മീനാക്ഷി ഇങ്ങനെ പറയല്ലോ. ഞാൻ പറഞ്ഞു മീനാക്ഷിക്കാണെന്ന് പറഞ്ഞില്ലേ. അച്ഛൻ സൈക്കിള് സൈക്കിള് വരുന്നു. സൈക്കിൾ കൊള്ളാല്ലേ? ഇതാറേ ആരുടെ എന്തായിക്കോട്ട് സംഭവം കൊള്ളാമോ? കൊള്ളാട്ടാ, കളർ ഇഷ്ടപ്പെട്ടു. എവിടെ നിട്ടിത്? എവിടുന്ന് എങ്ങനെയാന്ന് ചോദിക്കരുത്, അതൊരു വലിയൊരു കഥയാണ്. സൈക്കിളാ ഇതെവിടെന്ന്? ഇത് ഇന്നലെ മറ്റാരുടേതോ ആയിരുന്നത് ഇന്ന് മറ്റാരുടേതാണ്. നാളെ അത് മറ്റാരുടേതോ ആയിട്ട് മാറും. മാറ്റം പ്രകൃതി നിയമമാണ്, ഭഗവത്ഗീത. അതാണ്. അച്ഛൻ മേടിച്ചാ മേടിച്ചാന്ന് അവിടെ പൈസ എന്റെ ഇരിക്കണ വല്ലവന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി എടുത്തോണ്ട് വന്നപ്പോ മേടിച്ചാന്ന്. അയ്യ, ചുമ്മാ പിന്നെ കൊതിപ്പിക്കും. എനിക്കറിയാം ആരുടെന്ന്. നവാസിന്റെ മോളുടെ അല്ലേ? നവാസിന്റെ മോളായിരുന്ന? എങ്ങനെ മനസ്സിലായി? അത് പിന്നെ കാണുമ്പോ അറിയാം മോളെ. എങ്ങനെയാണ് പറയാ? അതങ്ങനെയാണ്, ചിലപ്പോഴൊക്കെ നമുക്ക് അങ്ങനെ മനസ്സിലാവും. എന്താണ് മനസ്സിലാവും? ശരി, ഒരു 10 നമ്മാട്ടി നിരത്തി വയ്ക്കുകയാണ്. 10 മൺവെട്ടി നിരത്തി വയ്ക്കുകയാണ്. അതിൽ കുട്ടമ്പിളരെ മൺവെട്ടി കണ്ടുപിടിക്കാൻ പറ്റുമോ? അത് കണ്ടുപിടിക്കാൻ പറ്റും, പക്ഷെ അതിന്റെ ഇടയ്ക്ക് മാധവൻ തമ്മിയുടെ മമ്മട്ടി ഇരുന്നാ കണ്ടുപിടിക്കാൻ ഇച്ചിരി എന്റെ പറയാനും പറയും. കൊള്ളാല്ലേ? കൊള്ളാം. ഇഡലി ഉണ്ട്, സാമ്പാറുണ്ട്, കഴിക്കാം. അധികമൊന്നും വേണ്ട, 1-2 മതി. ഒരെണ്ണം തരാം. മതി, എനിക്ക് വൈകിയ എനിക്കറിയാത്. കഴിച്ച് വയ്യാന്നല്ല പറഞ്ഞ. തുടല്ലേ സൂപ്പർ കളറാ. കളർ റയർ.
അച്ഛൻ കൊണ്ടുവന്ന സൈക്കിൾ ഇഷ്ടപ്പെട്ട കൊതിയായ നമുക്ക് വേണോ? വേണ്ട ഏട്ടാ, അന്യൻ്റെ മുതൽ നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. എന്തോന്ന് വാലും ഇത്? ഓരോന്ന് കൊണ്ടൊന്ന് കൊച്ചിനെ കൊതിപ്പിച്ചിട്ട് പിന്നെ തത്വം പറയണം. എടി അങ്ങനെ കൊതിക്കണം. നമ്മളൊരു കാര്യം ആഗ്രഹിച്ചാൽ ആ മുതൽ കിട്ടുന്നവരെ കൊതിച്ചു 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 അവസാനം ആ മുതൽ കിട്ടൂല. അപ്പം ആ മുതൽ കിട്ടും. അപ്പോൾ ഉണ്ടാകുന്ന ഒരു ആനന്ദം ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അച്ഛാ, ഓ ഈ സൈക്കിൾ ആർക്ക് എന്ത് സംഭവം? എന്ത് ഉള്ള പറ. സൈക്കിള് വേറെ ആർക്കും അല്ല, എൻ്റെ ശിവാനി മോക്ക്. ഓ ശരിക്കും ഓ തിരിക്കും. ശിവാനിക്ക് എങ്ങനെ കിട്ടി സൈക്കിള്? അച്ഛൻ എവിടെ നിന്ന് വാങ്ങിയേ? അച്ഛൻ നമ്മളെ പാലരണത്തിലെ ഗൾഫുകാരല്ലേ ഇടയ്ക്ക് പണിക്ക് പോണേ. അപ്പം അവിടെ എന്തെങ്കിലും പണിയുണ്ടാന്ന് അന്വേഷിച്ച് അവിടെ ചെന്നപ്പോഴാണ് അവൻ്റെ കാർ ഷെഡിൽ ഈ സൈക്കിൾ തുരുമ്പെടുത്തിരിക്കുന്നത്. ഞാൻ കേട്ട് ചോദിച്ചു, അണ്ണാ ഈ സൈക്കിൾ കൊടുക്കണമെന്ന് ചോദിച്ചു. പറഞ്ഞാൽ കൊടുക്കണം, പക്ഷേ വെറുതെ തരൂല, പൈസയ്ക്ക്. ഞാൻ ഒരു വാസത്തിൽ നിങ്ങളെ സൈക്കിൾ ആക്കി വേണം. കയ്യിൽ നിന്ന് 800 രൂപ അടിച്ചു കൊടുത്തു. സൈക്കിൾ പണിക്ക് പോകുന്നു. ആ നല്ല സൈക്കിളല്ലേ? ഞാനുണ്ട്, എന്നാ ഞാനുണ്ട്. വന്നല്ലോ. ആരെ സൈക്കിളത്? ആരുടെ തക്കളാ? കുഞ്ഞിന്റെ തക്കളാ? അല്ല ആനിയുടെ. അല്ല, ആരുടെയാ? കുഞ്ഞിന്റെ. ഇവിടെ അവകാശിയായിട്ടാ കുഞ്ഞിന്റെ തക്കളാ. സൈക്കിൾ എങ്ങനെയുണ്ട്? കൊള്ളാം, പക്ഷെ ചെറിയൊരു ഇളക്കുണ്ട് അച്ഛാ. ഇളക്കോ? ഓ അതെ, ഞാനാണല്ലേ ബ്രേക്കും ചെയിനൊക്കെ ടൈറ്റ് ചെയ്തത്. ചുമ്മാ ഇളകിയത്. ശിവ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇത് സൂക്ഷ്യം കണ്ടു വേണം യൂസ് ചെയ്യാം. കാരണം അച്ഛൻ കഷ്ടപ്പെട്ട് വാങ്ങിച്ച സൈക്കിളാണ്. ചേട്ടന് പ്രത്യേകിച്ച് പറയൊന്നും വേണ്ട, ഞാൻ സൈക്കിളിലെ പൊന്നു പോലെ നോക്കും. എല്ലാ ദിവസവും കുളിപ്പിച്ച് തോർത്തെടുക്കും ഞാൻ. പിന്നെ അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ശരിക്കും പറഞ്ഞ ഈ വീട്ടിൽ ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സറിഞ്ഞ് കാര്യങ്ങൾ ചെയ്യുന്ന ഒരൊറ്റ ആളേ ഉള്ളൂ. ആരാ? അല്ല, അച്ഛൻ. കേശുവേ. മുടിച്ചോ. ആ എടാ കേശു, ഈ പാറമട കുളത്തിൽ മീനുകളോട് പോയി ആവശ്യം പറയണല്ലോ അതിന്റെ ഒരു ഭംഗി. അതാണ് കിടപ്പ്. അങ്ങനെയാണ്. എന്താ ഈ പാറമട കുളം മീന് ഭംഗി എന്താണ്? അല്ല, ഇപ്പൊ എന്തായാലും എല്ലാരും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുവല്ലേ, വെറുതെ നമ്മള് പറഞ്ഞ് കുളവാക്കണില്ല. എന്നെ പറ്റി എന്തോ പിള്ളേർ പറഞ്ഞത്? ആ ചരിഞ്ഞിടക്കണ പാലമുള്ള ഇങ്ങോട്ട് പോയില്ലേ? നല്ല പാട് സംഭവം. ഓക്കെ, എനിക്കൊന്നും ഓടിക്കാൻ തരും ജസ്റ്റ്. അടിച്ചിട്ട് വാ. കൊണ്ടിറങ്ങല്ലേ? ഇനി വിഷ്ണുവിന്റെ അഭ്യാസങ്ങൾ നിങ്ങൾ കാണാൻ പോവുകയാണ്. ചേട്ടൻ സൈക്കിൾ ഇടണ കണ്ടാ? വിഷ്ണു ചേട്ടൻ സൈക്കിൾ ഇടണ കണ്ടാ? വല്ലയിടത്ത് വീണ് ഹോസ്പിറ്റലിൽ പോയി കിടക്കാം. പോയി കിടക്കോന്ന്. ഹോസ്പിറ്റലിൽ പോയി കിടന്ന അതിന്റെ അച്ഛൻ പൈസ കൊടുക്കൂടാ? കൊടുക്കോ നിങ്ങള്? ഞാനൊരു കാര്യം പറയാം, ഈ കണ്ടവന്മാർക്ക് സൈക്കിൾ കൊടുത്തോണ്ടല്ലോ ഇല്ലാതായിക്കൊണ്ടുവന്നാ ഞാൻ എന്റെ അടുത്ത് അച്ഛൻ കുറ്റം നന്നാക്കി തരാൻ പറയല്ലേ? കേട്ടല്ലോ, ഒരാളെന്റെ സൈക്കിളിലൂടെ കേട്ടല്ല, അതാണ്. ഒരാളും തൊട്ടുപോലും സൈക്കിൾ നിന്നോടും കൂടിയാണ്. ഉണ്ട്, സൂക്ഷിച്ചു പോയി. കൊച്ചിനെ കയറ്റില്ല സൈക്കിളില്. അതൊക്കെ കയറ്റിക്കോളാം, നല്ല കളറുള്ള സൈക്കിളല്ലേ? നല്ല കളർ. റേറാണ് ഈ കളർ. ഈ കളർ റേറാണ്. സൈക്കിളിൽ കയറാൻ പോവാ. കണ്ടന്മാർക്ക് സൈക്കിൾ കൊടുക്കില്ലെന്നാണ് ഞാൻ അച്ഛൻ ആരെ ഉദ്ദേശിച്ചത്? സൈക്കിൾ കൊടുക്കുന്ന അച്ഛൻ ആരെ ഉദ്ദേശിച്ചത്? നിന്നെ അല്ലടാ. അതെനിക്ക് തോന്നി, ഞാൻ ചുമ്മാ ചോദിച്ചത്. എന്താടി എന്താടി സൈക്കിൾ ആരെടുത്തേ? പുറത്തിരിപ്പില്ലേ? ഇല്ല. ഇല്ലേ? ഇല്ല. ചേട്ടൻ എടുത്തോണ്ട് പോയാ? ചേട്ടൻ റൂമിൽ ഇല്ലേ? നീ ഒന്ന് വിളിച്ചേ. ഞാൻ എന്തിനാ വിളിക്കണ? നിനക്ക് വിളിച്ചൂടി? എന്താ ഞാൻ പറഞ്ഞത് എനിക്ക് വിളിച്ച മോശോ? വിളിക്കടാ. അല്ല, എന്ത് 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 പ്രശ്നം? അമ്മ അച്ഛവിടെ പോയി. അച്ഛൻ വാഴക്കാലം എവിടെ പോയേക്കുന്നു? വാഴക്കാലം പോയാ? താടെ മുടിയഞ്ചെല്ലാം വരുന്നു. അപ്പൊ അച്ഛൻ തന്നെ സൈക്കിൾ എടുത്തോണ്ട് പോയി. എന്നിട്ട് അച്ഛൻ എന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ. ഹായ് ചായ്. ചായ കുടി. ഫസ്റ്റ് സൈക്കിളിന്റെ കാര്യം. സൈക്കിളിന്റെ കാര്യം എന്ത്? സൈക്കിളിന്റെ കാര്യം എന്ത്? എന്ത് വെച്ചാ നിനക്ക്? അമ്മയുടെ ഫോൺ എവിടെ? എന്റെ ഫോൺ അവിടെ ഇരിപ്പുണ്ട്. ഫോൺ എവിടെ? നീ ആരെ വിളിക്കാൻ പോണത്? അമ്മ, അമ്മയെ ശ്രദ്ധിച്ചാ?
അവള് ഭയങ്കര സീരിയസ് ആയിട്ട് പോണു. അവള് സീരിയസ് ആയി എനിക്കെന്ത് വേണം? അല്ല ഭയങ്കര സീരിയസ് ആയിട്ട്. ഇത് ആരെ വിളിക്കാൻ പോണത്? നോക്കുമ്പോ ചോദിക്കുമ്പോ ഒന്നും മിണ്ടാത്തത്. നീ എന്തിനാ മൈൻഡ് ചെയ്യാൻ നിങ്ങളെ അവളെ? ആരെ വിളിക്കണേ? ഇതല്ലേ ഞാൻ നേരത്തെ ചോദിച്ചത്. അടിക്കില്ല അടിക്കില്ല അടിക്കില്ല. ഹലോ അച്ഛാ. അച്ഛനെ എന്നാ കുഴപ്പമില്ല. അച്ഛാ എവിടെ? ആ അച്ഛൻ പോണോ വരണോന്നൊന്നും എനിക്കറിയണ്ട. അച്ഛൻ ഇപ്പൊ ഇവിടെ എത്തണം. ആ ശരി. ഇപ്പൊ ഇവിടെ എത്തണമെന്നോ? ഒരു കാര്യത്തിന് പോഴക്കണേ അത് കഴിഞ്ഞിട്ട് വല്ലേ പോരാൻ പറ്റുള്ളൂ. അത് ഇട്ടിട്ട് പോരാൻ പറ്റും ഇങ്ങോട്ട്? അല്ല ഇട്ടിട്ട് പോരണം. ഒരു കുത്തിരട്ടെ. അല്ലെങ്കിൽ എന്റെ അടുത്ത് സൈക്കിൾ എടുത്തോണ്ട് പോകുമ്പോ പറയണം, മക്കളെ ശിവ സൈക്കിൾ എടുത്തോണ്ട് പോവാണ് എന്ന്. അച്ഛൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയേ. അച്ഛൻ സൈക്കിളിൽ നിന്ന് ഇറങ്ങാൻ. അച്ഛാ അച്ഛൻ ആരോട് വെച്ചിട്ട് വണ്ടി എടുത്തേ? ഞാനോട് ചോദിക്കേ. അച്ഛൻ മേലാലെ എന്റെ അനുവാദം ഇല്ലാണ്ട് അച്ഛൻ വണ്ടി തൊടാൻ പാടില്ല. നീലു പറഞ്ഞേട്ടാ അവളുടെ അനുവാദം വേണമെന്ന്. അയ്യോ നീലുവിനെ വിളിക്കൊന്നും വേണ്ട. ഇനി തൊട്ട് എന്റെ അനുവാദം ഇല്ലാണ്ട് ഈ വീട്ടിൽ ഒറ്റ ആളെ എന്നെ സൈക്കിൾ ഓടാൻ പറ്റൂല. പിന്നെ ഞാൻ പറഞ്ഞാലും നിങ്ങൾ ആരും കേൾക്കൂലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം. അല്ല ഞാൻ എന്ത് ചെയ്തു? സൈക്കിൾ എടുത്തോണ്ട് ജംഗ്ഷൻ വരെ പോയി. എത്ര ചെയ്തോളൂ? പറഞ്ഞു പോണത് ഇവിടെ കൊറേ തുള്ളുവാണ്. ബാലു അടിച്ച സൈക്കിളല്ലേ? അല്ലെങ്കിൽ അത് അടിച്ച പറയാൻ കൊള്ളാം. കൊച്ചിനെ മാറ്റിക്കമ്മ. കൊച്ചിനെ ഇരുത്താൻ പറ്റുന്നില്ലേ? കൂട്ടിട്ട് എല്ലാം റെഡിയാക്കി വെച്ചേക്കാണ്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ആരും ഞാൻ പറഞ്ഞ കേൾക്കത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പൂട്ടിട്ട് കെട്ടി വെച്ചേക്കുന്നത്. ഇനി ഈ സൈക്കിൾ ആരെടുക്കാൻ പോകുന്നത് എനിക്കൊന്ന് കാണണമല്ലോ, പ്രത്യേകിച്ച് അച്ഛൻ. ഇനി 2-3 ഗ്ലാസും കൂടെ കാണണല്ലോ. ഈ ഗ്ലാസ് ഒക്കെ അവിടെ പോയി. ഗ്ലാസ് തന്നെ തന്നെ നടന്നു പോയെന്ന കയ്യങ്കാലം ഉണ്ടാ ഗ്ലാസ്സിന്. എപ്പ നോക്കിയതല്ലേ ഗ്ലാസ്? എന്താണ്? അല്ല പൂക്കാരെ ഇവിടുത്തെ ഗ്ലാസ് ഒന്നും കാണില്ല. അതിപ്പോ എന്താ? നമുക്ക് ഈ പാട്ട് ഏത് സിനിമയിലാന്നറിയോ? ഗ്ലാസ് കാണില്ല എന്താണ് ഇപ്പൊ സിനിമയിലെ? ഇത് പറയാമേ, ഇത് ഏത് സിനിമയിലെ പാട്ടാ? ഞാൻ മൊത്തം ഒന്നും കേട്ടില്ല. ഒന്നുകൂടെ പാട്. കദളി ചെങ്കദളി ചെങ്കദളി പൂവേണോ, കവിളിൽ പൂമതമുള്ളൊരു പെൺപൂവേണോ പൂക്കാര. ആ നെല്ല് നെല്ല് നെല്ല്. ഇത് നമ്മളെ ചോരത്തറ, അതായത് നമ്മളെ ഹരിപ്പാട് ചോരത്തറ വീട്ടിൽ ചെന്നപ്പോൾ, ചെറിയമ്മയുടെ വീട്ടിൽ ചെന്നപ്പോൾ പണ്ട് ഞാൻ തിയേറ്ററിൽ പോയി കണ്ട ഒരു സിനിമയാണ്. ഓർമ്മയുണ്ടല്ലോ. പിന്നെ നമുക്ക് നിങ്ങളെ പോലെ അല്ലല്ലോ, കുഞ്ഞിലെയുള്ള എല്ലാ കാര്യങ്ങളും നല്ല ഓർമ്മയുണ്ട്. ഗ്ലാസ് അവിടെ വെച്ചാ ഇവിടുത്തെ? എനിക്കറിയാൻ പാടില്ല. നിനക്കറിയാമല്ലോ, നീയൊക്കെ ഇവിടുന്ന് കുടിക്കാൻ വേണ്ടി എടുത്തോണ്ട് പോകും. പിന്നെ ഇവിടെ ഗ്ലാസ് കാണൂല. ചായ കുടിക്കണോ ഞാൻ മാത്രമല്ലോ? എല്ലാരും അങ്ങനെ തന്നെ. ചായ കൊടുത്തിട്ട് ചായ കൊണ്ട് അകത്തോട്ട് പോകും. പിന്നെ ഞാൻ തപ്പിടേണ്ടത് എന്താ ബാറാ ഓരോ റൂമിൽ പോയി ഗ്ലാസ് കൊടുത്തിട്ട് വരാനായിട്ട്. ശങ്കരാപ്പൂപ്പൻ ചായ കുടിച്ചാ? ആ ശങ്കരപ്പൂപ്പിന്റെ കറക്റ്റാണ്. ഇവിടെ വന്നിട്ടുണ്ട് രാവിലെ ഞാൻ അടുക്കള കയറിയാണ് പുറകെ വരും, മോളെ ചായ എന്നും പറഞ്ഞ് കട്ടൻ ചായ എടുത്തോണ്ട് പോവുകയും ചെയ്തു. സത്യം പറഞ്ഞ ഈടായിട്ട് ശങ്കരാപ്പൂപ്പൻ ഫുഡൊന്നും മര്യാദയ്ക്ക് കഴിക്കണില്ലല്ലേ? ഇന്നലെ രാത്രി ഒന്നും കഴിച്ചില്ല. ഞാൻ ചോദിച്ചപ്പോ പറയാണ് രാത്രി ഒന്നും ഇപ്പൊ കഴിക്കലില്ല മോളെ എന്ന്. അല്ല അപ്പൂപ്പൻ പണ്ടും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു? അയ്യോ പണ്ട് കിടിലായിരുന്നില്ലേ, വൻ ടീം ഉണ്ടായിരുന്നു. എല്ലാം കൂടെ കാട്ടിനകത്ത് കയറും. പിന്നെ വാറ്റും കുടിക്കും. പൊന്നോ അങ്ങനെ ഇവിടെ പോണം. ഒരു ഉത്സവം തന്നെ 6 മാസത്തിന് തിരിച്ചു വരാം. 1 ലിറ്റർ ചായ അടിക്കും. അടിച്ച ഉടനെ ഒരു കാട്ട് കഴിച്ചുവിട്ടത് അപ്പം അകത്താക്കും. അച്ഛന് മോശമൊന്നുമല്ലല്ലോ. ഇനിയിപ്പോ എന്റെ കാര്യം പറയാം. ഇനിയിപ്പോ അയ്യോ ഇവരെല്ലാരും അങ്ങനെ തന്നെ അടിയും പിടിയും കൂടിയൊക്കെ ആയിട്ട് നടന്നിരുന്ന ആൾക്കാരല്ലേ. ജെയിനിസിന്റെ ഗുണോടി എങ്ങനെ നടന്ന മനുഷ്യനറിയാം. കുടുംബക്കാരെല്ലാം കൂടെ ഒതുക്കളഞ്ഞു. അങ്ങനെ നന്നാവാൻ സമ്മതിക്കില്ല അല്ലേ? എപ്പോഴും അങ്ങനെ അലമ്പായിട്ട് നടക്കണ കാണാനാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം. വാടിയങ്ങോട്ട് അച്ഛന്റെ ഉള്ളിലെ കറയെ പോയിട്ടൊന്നുമില്ലല്ലോ. ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ അച്ഛന്റെ ഉള്ളിലെ ഉറങ്ങിക്കിടക്കുന്ന സിംഹം വീണ്ടും ഗർജിക്കും. സിംഹം ഉറങ്ങിക്കിടക്കുന്ന സിംഹം ഗർജിച്ചാലേ അപ്പൊ തന്നെ ആ സിംഹത്തിനെ വെടിവെച്ചു വരും ഞാൻ. നിനക്ക് എന്തിന്റെ കുഴപ്പം? ഒരു കാര്യമില്ല, തള്ളരെ വായിരിക്കണേ കേൾപ്പിച്ചറിഞ്ഞിട്ട്. അല്ല അച്ഛന്റെ ഈ പഴയ കഥകളൊക്കെ ഓർത്ത് പറയുന്നത് രസമല്ലേ അച്ഛ? ആർക്ക് രസം? നമുക്ക് രസം. കിണ്ടി പറക്കി എടുത്ത അവസരം എന്നെ കൊല്ലല്ലേ പറഞ്ഞു. ലച്ചു പോയി ഗ്ലാസ് കപ്പ്. അമ്മയ്ക്ക് ഇപ്പൊ ഏത് ഗ്ലാസ്സാ വേണ്ടേ? ക്ലാസ്സിൽ പേരൊന്നും എഴുതി വെച്ചിട്ടില്ല. ഓരോ ക്ലാസ്സിന്റെ പേര് ചൊല്ലി വിളിക്കാനായിട്ട്. ഓരോ റൂമിൽ പോയി നോക്ക്. അപ്പൊ ക്ലാസ് കാണാൻ ക്ലാസ് ഒക്കെ പറക്കിക്കൊണ്ട് പോര്.
അവനേക്ക് നീ ഇതുവരെയും കളഞ്ഞില്ലടേ. ഇവരും കൊണ്ട് കിടക്കുക തന്നെ. കഴിച്ച് പോകാൻ അവൻ കട്ടയ്ക്ക് കൂടാക്കിയോണ്ട് അവിടെ സൈറ്റിൽ പണി കിടക്കണ്. ഓ അങ്ങനെയാണ്. അണ്ണാ അവനാണ് ഇപ്പോഴത്തെ എഞ്ചിനീയർ എനിക്ക് പരിചയപ്പെടുത്തുന്നത്. ആഹാ. ഇത് നമ്മളെ കൈയാളല്ലേ അവൻ. ആ ആഹാ. പക്ഷേ നമുക്ക് ഒരു കണക്കിന് അവന് ഈ വെള്ളമടി അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ല, ഇല്ല, ഇല്ല. ഇല്ല. കള്ളത്തനില്ല. ഇല്ല, ഇല്ല. ഒരു കണക്കിന് അവൻ നല്ലവനാണ്. ആ ആമ്പളരായ അങ്ങനെ ഇരിക്കണം. ചിലവരുണ്ട് ആയ കാര്യം നന്നായിട്ട് വെള്ളം അടിച്ച് കൂമ്പൊക്കെ പാടും. അവസാനം വന്ധ്യ വയോധികനായിട്ട് ഞെളിഞ്ഞിങ്ങനെ ഇരിക്കും. നീ ആരെ കാര്യം പറഞ്ഞു? ആരാ എനിക്കറിയില്ല. അച്ഛാ അപ്പൂപ്പനെ വെറുതെ പറയണ്ടാ. അപ്പൂപ്പനെ ഇപ്പൊ പനിനീർപ്പൂ പോലെ പരിശുദ്ധമാണ്. അയ്യോ ലച്ചുവേ ആ അപ്പൂപ്പനുണ്ടോ അവിടെ? ആ ഉണ്ട്. ശങ്കരേണ്ടാ ഓ എന്തുക്കളാ മീൻകറി എങ്ങനെയാണോ? മുളകിട്ട് വെക്കണോ അല്ലെ തേങ്ങ മുളക് അരച്ച് വെക്കണോ? മക്കളെ നീ എങ്ങനെ വെച്ചാലും നന്നായിരിക്കും. നീന്റെ ഇഷ്ടത്തിന് വൈ. പക്ഷെ എൻ്റെ പൊന്നുണ്ടോ ഇങ്ങനെ നിർത്തി പൊക്കല്ല. ഇപ്പോഴേ പറഞ്ഞ വലിയ പാചകറാണിയാണ്. അയ്യോ അയ്യോ സ്വയം പൊക്കി പറയണ ആരാന്ന് നമുക്കറിയാം. കണ്ടാ ഇവിടെ ഒരാളുണ്ട് ലോകത്തിലെ, അത് ഭൂമി മലയാളത്തിലെ ഏറ്റവും വലിയ ഷെഫാണെന്നും പറഞ്ഞ് നടക്കാ പുള്ളി. ഏ നീ അടക്കളോടെ ചെന്നാണ് തച്ചുകൊടുത്ത് വന്നേക്കാണ് വഴക്കുണ്ടാക്കാൻ വേണ്ടി. പൗള് അപ്പൂപ്പ അപ്പൂപ്പനറിയോ കുഴിപ്പടത്തെ അമ്മയില്ലേ അടിപൊളിയായിട്ട് മീൻകറി വെക്കും, പ്രത്യേകിച്ച് തലക്കറി. ഞാൻ അച്ഛനൊക്കെ ഒന്ന് കഴിച്ചിട്ടുണ്ട്, ചോദിച്ചു നോക്ക്. ഓ അവിടെയും പോയി നക്കിയാവേ. നിങ്ങളെന്തൊരു പറഞ്ഞത് നക്കിയാന്ന്? ഇത് അവിടെ പോയി തിന്നാന്നാണ് ചോദിച്ചത്. മനസ്സിലായി. ആരാ ഭാഷകളെ കൊണ്ട് നീക്കുള്ളൂ. അപ്പൂപ്പ അപ്പൂപ്പന ഒരു ദിവസം കുഴിപ്പടത്തോണ്ട് വേണ്ട, നമുക്ക് രാവിലെ പോയിട്ടേ നമുക്ക് വൈകുന്നേരം എന്താടാ നീ നാശം കാണിക്കുന്നത്? മക്കളെ നമുക്കൊരു ദിവസം പോവാം മക്കളെ, കേട്ടാ? അവിടെ പോയി കഴിച്ചിട്ടൊക്കെ വരാം. ആണോ? എന്നൊരു കാര്യം ചെയ്യ്, അമ്മൂമ്മ റെഡി ആയിട്ട് വാ, നമുക്ക് ഇപ്പൊ തന്നെ പോവാ. കുഴിപ്പള്ളത്തെ മാഹാത്മ്യം വിളമ്പിക്കൊണ്ടിരിക്കേണ്ട അടുക്കളയിലേക്ക് വാവിച്ചാവുന്ന്. ഒരു കാര്യം പറയാൻ സമ്മതിക്കരുത് കേട്ടാ. പറ ഈ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം പറ. എന്തിനു ഒളിപ്പിച്ചു? ഞാൻ ഒന്നും ഒളിപ്പിച്ച് വെച്ചിട്ടില്ല. കള്ള അടക്കള വെച്ചുള്ള ചിരി കണ്ടപ്പോഴേ മനസ്സിലായി. എന്തോ ഉണ്ടോ പറ, തുറന്നു പറ. കുറേ കാലമായിട്ട് കുറേ വർഷമായിട്ട് ഒരു പ്രാവശ്യം നിങ്ങൾ അടിച്ചിട്ടില്ലേ? ഇല്ല, ഞാൻ പറഞ്ഞില്ലേ അടിച്ചില്ലെന്ന്. പിന്നെ എന്താ കിണ്ടി ചോദിക്കണത്? ഞാൻ ഒരു കാര്യം തീരുമാനിച്ചേ കേട്ടാ. എന്താണ് കാരണം? അപ്പൂപ്പ അപ്പൂപ്പന് വയ്യാത്തതല്ലേ? ഇനിയിപ്പോ അപ്പൂപ്പൻ എന്താന്ന് വെച്ചാൽ ചെയ്തോ, ഞങ്ങൾ ആരും ചോദിക്കാനും പറയാനും ഒന്നും വരുന്നില്ല. എന്ത് സംഭവിച്ചിവിടെ? അണ്ണാ ഇരിക്കണ മനുഷ്യനെ കണ്ട കൊറേ പൊടി പൊടിച്ചതാ. കൊറേ പൊടി പൊടിച്ചതാന്ന്. എന്നിട്ട് കണ്ട അടങ്ങി ഒതുങ്ങി കുടുംബത്തിന് വേണ്ടി ജോലി ചെയ്ത് സ്വന്തം ആരോഗ്യം നോക്കി മര്യാദക്ക് ജീവിക്കണ കണ്ട. ഇപ്പൊ എല്ലാം അറിഞ്ഞിട്ട് തകർന്നിരിക്കണേ. നീ ആവശ്യമില്ലാതെ വല്ലതും മറന്നു കൊടുത്താ? ഞാൻ ഒന്നും പറഞ്ഞില്ല, കേൾപ്പിച്ചു കൊടുത്തേ ഉള്ളൂ. കേൾപ്പിച്ചു കൊടുത്താ? ഇവിടെ വരുന്നതിന് തലയ്ക്കും തലേ ദിവസം ഞാൻ വീട്ടിന്റെ അടുത്തുള്ള ഒരു പയ്യന്റെ പൈസ കൊടുത്ത് ഒരു ചെറുത് വാങ്ങിച്ച് കൊണ്ടുവന്ന് ഞാൻ നൈസ തങ്കം കാണാതെ തങ്കം കാണാതെ കട്ടിന്റെ അടിയിൽ കൊണ്ട് ഒളിപ്പിച്ച് വച്ച് രാത്രി ഒരു 10 മണി ആയപ്പോ ഞാൻ ഒരു 3 എണ്ണം ഒഴിച്ച് അടിച്ചിട്ട് മുണ്ടാതെ കയറി അങ്ങ് കിടന്നു. അപ്പൊ അവളറിയില്ലല്ലോ. അണ്ണാ ഞാൻ ചതിച്ചല്ല അണ്ണാ, നിങ്ങൾ നന്നാവാൻ വേണ്ടി പറഞ്ഞാണ്. എന്നാ വയസ്സായില്ല അണ്ണാ. അണ്ണാ കുടി നിർത്ത്. നിർത്താൻ നിർത്തടാ, എന്റെ നാടൻ അഭിനയം നിർത്ത്. ആരും ഒന്നും അണ്ണനൊന്നും പറയല്ലേ. അണ്ണൻ പാവമാണ്, അണ്ണൻ പഞ്ചപാവാണ്. കുടിയനായി പോയെന്നല്ലേ ഉള്ളൂ. കുടിയനാ? ഇത്തിരി വർഷത്തിന്റെ ഇടയിൽ 2 ദിവസമാണ് കഴിച്ചത്. എന്താണ് വിഷമിച്ചിരിക്കുന്നത്? എന്തായാലും നീ നല്ലൊരു ആപ്പാണല്ലേ എനിക്കിട്ട് വച്ചത്. കുഴപ്പമില്ല, ഞാൻ നന്നാകാൻ വേണ്ടിയിട്ടാണല്ലേ. എങ്കിലും നിന്റെ നാടകാഭിനയം ഉഗ്രനായിരുന്നു, സമ്മതിച്ചിരിക്കും. അണ്ണാ നീ അടിക്കല്ലേ കേട്ടാ. ഇല്ലടേ, സത്യം പറഞ്ഞാൽ ഇവിടെ വരുമ്പം ഒരു ദുരുദ്ദേശം ഉണ്ടായിരുന്നു. നീയായിട്ട് ഒരെണ്ണെങ്കിലും കഴിക്കണമെന്ന്. പക്ഷേ അത് നടന്നില്ലല്ലോ. ഇവിടെ അത് വിറ്റാൻ വേണ്ടിയിട്ടൊന്നുമല്ല. നീയായിട്ട് കഴിക്കുമ്പോൾ ഒരു സുഖം, അത്രേ ഉള്ളൂ. എനിക്കിനി കുടിക്കണമെന്നൊന്നുമില്ല, പക്ഷെ മരിക്കുന്നതിന് മുമ്പ് നീയായിട്ട് ശകലം കഴിക്കണമെന്നൊരാഗ്രഹം, അത്രേ ഉള്ളടേ. അണ്ണാ ഇങ്ങനെ പറഞ്ഞ ചങ്ക് കറക്കല്ലേ. സത്യം പറഞ്ഞാൽ എനിക്ക് നിങ്ങളോട്ട് അടിക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ മനഃപൂർവ്വം തടയിട്ടതാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഞാൻ ബ്ലോക്ക് ചെയ്തത്.
നിങ്ങൾ പക്ഷേ ഈ 3-4 വർഷം കൊണ്ട് അടിക്കില്ലെന്ന് പറഞ്ഞ ചുമ്മയാണ് ഇല്ലേ? അതിപ്പം ഞാൻ ഫുള്ളും ബലിയാടായി പോയില്ലേ. അണ്ണാ ഇപ്പം അടിക്കണമെന്ന് തോന്നുന്നില്ലല്ലേ? അണ്ണാ അടിക്കണം തോന്നാതിരിക്കാൻ വേണ്ടിയാണല്ലോ ഞാൻ ഇത്രയും നാടകങ്ങൾ കളിച്ചത്. നമ്മളെ മനസ്സിൽ നിന്ന് അടിക്കുന്ന ചിന്തയെങ്കിലും പറിച്ചുകളാ. അതിനുവേണ്ടിയാണ് ഇത്രയും കിട കഷ്ടപ്പെട്ടത്. നീ ചതിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അണ്ണാ അങ്ങനെ പറയല്ലേ. പക്ഷെ മരിച്ചാലും എൻ്റെ ആത്മാവിന് ശാന്തി കിട്ടൂല. അതെന്താ? ഞാൻ പറഞ്ഞില്ലേ, ഒരിക്കൽ കൂടെ നിന്റെ കൂടെ ഇരുന്ന് കഴിക്കണമെന്നൊരു ആഗ്രഹം വന്നുപോയി. ആ പോട്ടെ, ഞാൻ പോണേടേ. അണ്ണാ നില്ലേ, അണ്ണാ എനിക്കും ആഗ്രഹം ഉണ്ടെന്നാ കഴിക്കണമെന്ന്. പക്ഷെ ഇവിടുത്തെ കൂട്ടങ്ങൾ കള്ളക്കൂട്ടങ്ങൾ അറിയാമല്ല, എന്നെ കൊന്നുകളെ. അതുകൊണ്ട് ഞാൻ കൺട്രോൾ ചെയ്തല്ലേ. അണ്ണ അറിയാമോ എത്ര പാർട്ടികൾ ഞാൻ കരഞ്ഞുകൊണ്ട് ഒഴിവായിട്ടുണ്ടെന്ന് അറിയാമോ? ആ പോട്ടെ, ഇന്നിപ്പോൾ ഈ അടിക്കണമെന്നുള്ള മനസ്സിൽ നിന്ന് മാറിയിട്ട് അത് തന്നെ ധാരാളം. ഓ ഇതിനാണ് നീ എന്നെ ഇവിടെ വിളിച്ചിരുത്തിയത്. ഞാൻ പോണ്ടേ? ആണെന്നില്ലേ, നമ്മളെ ബന്ധം തന്നെയാണ്. നിങ്ങൾ ഇവിടുന്ന് പോണതിൻ്റെ അന്ന് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കാൻ വേണ്ടി ഞാൻ കൂടെ വരും. പോണ വഴിയിൽ ഒരു ബാറിൽ കയറി 2 എണ്ണം നമ്മൾ 2 പേരും അടിക്കും. എന്തു പറയണം? ഇതിന് ഞാൻ കയറ്റി വിടുന്നു, രാത്രി ഇവിടെ വരുന്നു, ആരും അറിയാതെ ഞാൻ കിടന്ന് ഉറങ്ങുന്നു. 2 പേരെ മനസ്സിനെ തീയാണായി അതോടുകൂടി. എന്റെ പൊന്നു മുത്തയിടാക്കി. അണ്ണാ ബാലുമല്ലണ്ണ, പഴയ ബാലുമല്ലണ്ണ ഇവിടെ ഇല്ലേ? പിന്നെ എന്തിന് അണ്ണാ ധൈര്യല്ലേ? ചെല്ലേ ആരെങ്കിലും അതാണ് പറഞ്ഞത്. ചെല്ല പോട് പറഞ്ഞല്ല. ചെല്ല് വാ. എന്ത് ആരും മിണ്ടായിരിക്കുന്നു? എന്താ ചെറഞ്ഞു നോക്കണത്? മക്കളെ കേശു, നിന്റെ ഫോണിൽ റെക്കോർഡ് ചെയ്തത് കേൾപ്പിച്ചോട്. റെക്കോർഡ് ചെയ്താ എന്തിന്? അത് കേശുവിൻ്റെ ടെക്നോളജിയാണ്, ബുദ്ധി എൻ്റെത്. ആ എന്താടാ കേൾപ്പിച്ച് കൊറ. നമ്മളെ ബന്ധം തന്നെയാണ്. നിങ്ങൾ ഇവിടുന്ന് പോണതിൻ്റെ അന്ന് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കാൻ വേണ്ടി ഞാൻ കൂടെ വരും. പോണ വഴിയിൽ ഒരു ബാറിൽ കയറി 2 എണ്ണം നമ്മൾ 2 പേരും അടിക്കും. എന്തു പറയണം? ഇതിന് ഞാൻ കയറ്റി വിടുന്നു, രാത്രി ഇവിടെ വരുന്നു, ആരും അറിയാതെ ഞാൻ കിടന്ന് ഉറങ്ങുന്നു. 2 പേരെ മനസ്സിനെ തീയാണായി അതോടുകൂടി. അണ്ണാ ബാലുമല്ലണ്ണ, പഴയ ബാലുമല്ലണ്ണ ഇവിടെ ഇല്ലേ? പിന്നെ എന്തിന് ധൈര്യല്ലേ? എന്നാ ഞാൻ സത്യം പറയട്ടാ, ഞാൻ ഇയാൾ ടെസ്റ്റ് ചെയ്താണ്. ഇയാൾക്ക് വീണ്ടും കുടിക്കണമെന്ന്. ഇയാളുടെ ആൽക്കഹോൾ ടെൻഡൻസി മാറിയിട്ടില്ല. ഇനി വീണ്ടും ഇയാൾ തികഞ്ഞൊരു മദ്യപാനിയാണ്. ഇനിയും കുടിക്കണമെന്ന് കാളായി. എന്തേ? എന്നാ ഞാനൊരു സത്യം പറയട്ടെ. ഇയാളെ മോള് കൂടെ ഒരു അന്നൊക്കെ പ്രശ്നമാണ്.